ഇനിയും വൈകിട്ടില്ല എന്ന കഥയുടെ തുടർഭാഗം. വിവാഹം കഴിച്ചതോടെ തൻ്റെ ജീവിതത്തിലേക്ക് കടന്നുകൂടിയ ലൈസാമയെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു ഡേവിഡ്. തൻ്റെ ജീവിതത്തിലെ ഒരു ശാപമായി തീർന്ന ആ ബന്ധം തലമറന്ന് എണ്ണ തേക്കുന്നത് എങ്ങനെയാണെന്ന് ലൈസാമയെ കണ്ടുപിടിക്കാം എല്ലാവർക്കും. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ സൂക്ഷിച്ചു വേണം. ജീവിതം ഒന്നല്ലേ ഉള്ളൂ. എൻ്റെ മകൾക്കെങ്കിലും നല്ലൊരു ജീവിതം കിട്ടിയാൽ മതിയായിരുന്നു. വൈകുന്നേരം ലൈസാമ ഡേവിഡിനോട് പറഞ്ഞു, ലേഖയുടെ കാര്യത്തിൽ ഉടനടി ഒരു തീരുമാനം വേണം. കുറച്ചുകൂടി കഴിയട്ടെ, അവൾക്ക് അധികം പ്രായമൊന്നുമായിട്ടില്ല. ആൻ്റണിയുടെയും ആൽബർട്ടിൻ്റെയും വിവാഹം കഴിഞ്ഞിട്ട് ലേഖയ്ക്ക് വേണ്ടി ആലോചന തുടങ്ങിയാൽ മതി. നിങ്ങൾ അവളെ കൊഞ്ചിച്ച് വഷളാക്ക്. അവസാനം കണ്ടോണം. ലേഖയ്ക്കാകട്ടെ എങ്ങനെയാണേലും വരുന്ന വിവാഹാലോചനകളിൽ നിന്ന് രക്ഷപ്പെടാം. ഇത് മാത്രമായിരുന്നു ചിന്ത. ഇതിനിടയിൽ മുന്തിയ സാമ്പത്തിക സ്ഥിതി ഉള്ളിടത്തുനിന്നും തന്നെ ആൻ്റണിയുടെയും ആൽബർട്ടിൻ്റെയും വിവാഹങ്ങൾ നടന്നു. അതോടെ ലൈസാമയ്ക്ക് 2 കൊമ്പ് മുളച്ചതുപോലെയാണ് നടത്തം. വീട്ടിലെ പണികളെല്ലാം ചെയ്യുന്ന ആകാശവാണി കത്രീനാമ്മയെ ചട്ടം കെട്ടി ആൻസി ലേഖയ്ക്ക് വരുന്ന വിവാഹാലോചനകൾ മുടക്കിക്കൊണ്ടിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാവിലെ എന്നും എഴുന്നേൽക്കേണ്ട നേരമായിട്ടും ഡേവിഡ് ഉണർന്നില്ല. അല്ലെങ്കിൽ രാവിലെ പള്ളിയിൽ പോകാറുള്ളതാണ്. ദിവസവും അത് പനി വന്നാൽ പോലും മുടക്കാറില്ല. ഡേവിഡിനെ ലേഖ വന്ന് വിളിച്ചപ്പോഴാണ് ഡേവിഡിന് അനക്കമില്ല എന്ന കാര്യം എല്ലാവരും മനസ്സിലാക്കുന്നത്. അതായത് കൂടെ കിടന്ന ലൈസാമയ്ക്ക് പോലും അറിഞ്ഞില്ല ഡേവിഡ് മരിച്ച കാര്യം. അത്രയ്ക്ക് സ്നേഹമായിരുന്നു ഭർത്താവിനെ. മരിച്ചടക്കും മറ്റ് കർമ്മങ്ങളും കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞപ്പോൾ ശരിക്കും ആ വീട്ടിൽ ഒറ്റപ്പെട്ടത് ലേഖയായിരുന്നു. പണത്തിൻ്റെ പുറകെ പായുന്നവരുടെ ഇടയിൽ സ്നേഹം മാത്രം നൽകിയ അപ്പയുടെ മരണം ലേഖയ്ക്ക് താങ്ങാനായില്ല. ലൈസാമയ്ക്ക് ആൺമക്കൾക്കും പ്രത്യേകിച്ച് പ്രശ്നമൊന്നും തോന്നിയില്ല. കാരണം 4 തലമുറ ഉണ്ടാലും തീരാത്ത സ്വത്തുക്കൾ ബാക്കി വച്ചിട്ടാണ് ഡേവിഡ് പോയത്. അപ്പൻ്റെ മരണശേഷം കയറൂരിവിട്ട കാളച്ചന്ത പോലെയായി തീർന്നു വീട്. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കാര്യസ്ഥനായ സാമുവേലിനോട് മേലാൽ ഈ പണി കിടക്കരുതെന്ന് ലൈസാമ ഓർഡറിട്ടു. ഓർമ്മ വെച്ച നാൾ മുതൽ സ്വന്തം വീട് പോലെ കണ്ട വീട്ടിൽ നിന്നും അന്യനായപ്പോൾ ഹൃദയം പൊട്ടുന്നത് പോലെ തോന്നി സാമുവേലിന്. ഇതിനിടയിൽ സാം ട്രെയിനിങ് പൂർത്തിയാക്കി ഫസ്റ്റ് റാങ്ക് മേടിച്ച് SI ആയി ജോയിൻ ചെയ്തു. അങ്ങനെ വെറും 23 വയസ്സിൽ സബ് ഇൻസ്പെക്ടറായി. പക്ഷേ ലേഖയ്ക്ക് സാമിനെയോ സാമിന് ലേഖയെയോ കാണുവാൻ സാധിച്ചില്ല. ലേഖയുടെ അപ്പച്ചൻ്റെ മരണത്തോടെ ലേഖയുടെ 3 ആങ്ങളമാരും അവരവരുടെ ഭാര്യമാർ പറയുന്നത് പോലെ പ്രവർത്തിക്കുവാൻ തുടങ്ങി. വീട്ടിൽ ലൈസാമയ്ക്കും സ്ഥാനം ചെറുതായി ഇടിയാൻ തുടങ്ങി. ക്രമേണ ലൈസാമയുടെ വാക്കുകൾ ആരും അനുസരിക്കാതെയായി. ഭർത്താവുണ്ടായിരുന്നപ്പോൾ മക്കളെ കൂട്ടുപിടിച്ച് എല്ലാവരെയും വിറപ്പിച്ച് നടന്ന ലൈസാമ വെറും ഒരു റവന്യൂ സ്റ്റാമ്പായി മാറി. ഡേവിഡ് മരിക്കുന്നതിന് മുൻപ് വീതം വെച്ചിരുന്നു. വിവരണത്തിൽ കെട്ടിടങ്ങളും ഫാക്ടറിയും തോട്ടങ്ങളും 3 ആൺമക്കളുടെ പേരിലും താമസിക്കുന്ന ബംഗ്ലാവും തെങ്ങിൻ തോപ്പും ബാങ്ക് ബാലൻസും ലേഖയുടെയും ലൈസാമയുടെയും പേർക്കും എഴുതി വച്ചിരുന്നു. ലൈസാമയെ വേണ്ട പോലെ ആൺമക്കൾ സംരക്ഷിച്ചു കൊള്ളണമെന്നും പ്രത്യേകിച്ച് കാണിച്ചിട്ടുണ്ട്. ലേഖയുടെ പേർക്കുള്ള സ്വത്തുക്കളുടെ പേരിൽ അസ്വാരസ്യങ്ങൾ ഉടലെടുത്തു. മറ്റൊരു വീട്ടിൽ പോവേണ്ടവർക്ക് എന്തിനാണ് ഇത്രയും സ്വത്ത്? സ്വർണവും പണവും കൊടുത്ത് വിട്ടാൽ പോരെ? അപ്പൻ ഇതുപോലെ ചെയ്യുമെന്ന് ഞങ്ങൾ ഓർത്തില്ല. മക്കൾ മുറുമുറുത്തു. അടുത്ത ഭാഗവുമായി വീണ്ടും കാണാം.